നമസ്കാരം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ശ്രീ ജോർജ് മാമ്പിള്ളിയാണ്. ക്രിസ്തീയ ഭക്തിഗാന രംഗത്ത് എഴുത്തിലും സംഗീത സംവിധാനത്തിലും ആലാപനത്തിലും തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയാണ്. ചേട്ടൻ ഈ ഷോയിലേക്ക് സ്വാഗതം. തിരുവോസ്തിരൂപനാം നാഥ, എന്നുള്ളിൽ വാഴാൻ വരിക വേഗം. തിരുവോസ്തിരൂപനാം നാഥ, എന്നുള്ളിൽ വാഴാൻ വരിക വേഗം. സ്വീകരിക്കുന്നു ഞാൻ നിൻ ദിവ്യ ശരീരം, തിരുവോസ്തിയാം ദിവ്യ ഭോജ്യമായി. തിരുവോസ്തിയാം ദിവ്യ ഭോജ്യമായി. തിരുവോസ്തിരൂപനാം നാഥ, എന്നുള്ളിൽ വാഴാൻ വരിക വേഗം. സ്വീകരിക്കുന്നു ഞാൻ നിൻ ദിവ്യ ശരീരം, തിരുവോസ്തിയാം ദിവ്യ ഭോജ്യമായി. തിരുവോസ്തിയാം ദിവ്യ ഭോജ്യമായി. ഭക്തിഗാനങ്ങളുടെ കാതൽ എന്ന് പറയുന്നത് ആത്മീയതയാണ്. അപ്പോൾ ചേട്ടൻ്റെ ഈ സംഗീത യാത്ര എങ്ങനെയായിരുന്നു എന്നൊന്ന് വിശദീകരിക്കാം. ഞാൻ പള്ളിയിൽ പാടുമായിരുന്നു. പള്ളിയിൽ പാടി തുടങ്ങി കുറേ നാൾ കഴിഞ്ഞ് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ധ്യാന മേഖലകളിലേക്ക് വരണ സമയത്താണ് പാട്ടുകൾ എഴുതാനും തുടങ്ങിയതും അത് കമ്പോസ് ചെയ്യാനും തുടങ്ങിയതും. അങ്ങനെയാണ് എൻ്റെ ആത്മീയ യാത്ര. പിന്നെ അന്ന് മുതൽ നമ്മൾ തമ്പുരാന് വേണ്ടി പാട്ടുകൾ എഴുതുന്നു, മറ്റുള്ളവരെ കൊണ്ട് പാടിപ്പിക്കുന്നു, പ്രശസ്തർ പാടുന്നു, കൂടാതെ പുതുമുഖ ഗായകർക്ക് നമ്മൾ അവസരം കൊടുക്കുന്നു. അതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവവേല. ചേട്ടൻ ഈ ഭക്തിഗാനങ്ങൾ മാത്രം തിരഞ്ഞെടുക്കാനുണ്ടായ കാരണം എന്താണ്? കാരണം ലളിതഗാനം, സിനിമാ ഗാനം ആ മേഖലയിലേക്കൊന്നും പോവാതെ ഭക്തിഗാനത്തിൽ മാത്രം ഉറച്ചു നിൽക്കാനുണ്ടായ കാരണം? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ദേവാലയ ഗായകനായിട്ടാണ് ഈ മേഖലയിലേക്ക് വന്നത്. അപ്പോൾ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒത്തിരി അച്ഛന്മാരുടെ പാട്ടുകൾ ഇഷ്ടപ്പെട്ട അച്ഛന്മാരും സിസ്റ്റേഴ്സൊക്കെ എനിക്ക് ഒത്തിരി ധൈര്യം തരുമായിരുന്നു. പിന്നെ എനിക്ക് നല്ല സപ്പോർട്ടായിരുന്നു. അങ്ങനെയാണ് ഈശോയുടെ പാട്ടിനോട് കൂടുതൽ എനിക്ക് ഇഷ്ടം തോന്നാൻ കാരണം, ഈശോയുടെ പാട്ടുകൾ എഴുതാൻ തോന്നാൻ കാരണം. ചേട്ടൻ എങ്ങനെയാണ് ഒരു പാട്ടിലേക്ക് എത്തിപ്പെടണത്? അതായത് പെട്ടെന്ന് അങ്ങനെ തോന്നിയിട്ട് നമ്മളൊരു പാട്ട് എഴുതി വെക്കുക, അത് പിന്നീട് ചിട്ടപ്പെടുത്തിയെടുക്കുക, അങ്ങനെയാണോ? അതോ അതിനായിട്ട് സമയം കണ്ടെത്തി അങ്ങനെ എഴുതുക, അങ്ങനെ ഒരു രീതിയാണോ? ഞാൻ കൂടുതലും പാട്ടുകൾ എഴുതുന്നത് വീട്ടിലിരുന്നാണ്. രാത്രി കയറിയും നമ്മൾ വീട്ടിലെ നമ്മുടെ ജോലികളൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഒരു 10-11 മണിയാകുമ്പം എല്ലാവരും ഉറങ്ങിയതിന് ശേഷം ഞാനിരുന്ന് എഴുതും. അതല്ലെങ്കിൽ പിന്നെ യാത്രയിലിരുന്ന് എഴുതാറുണ്ട്. ചിലപ്പോൾ 2 വീലറിൽ പോണ സമയത്ത് വരെ എനിക്ക് പാട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വണ്ടി പതുക്കി ഒതുക്കി എൻ്റെ മൊബൈലിൽ പാട്ട് ഞാൻ റെക്കോർഡ് ചെയ്ത് വയ്ക്കും. അത് റെക്കോർഡ് ചെയ്തതിന് ശേഷം വീട്ടിൽ വന്നിട്ട് ഞാനത് എൻ്റെ നോട്ട് ബുക്കിലേക്ക് പകർത്തി എഴുതും. അപ്പോൾ ഞാനിങ്ങനെ റെക്കോർഡ് ചെയ്യുമ്പോൾ ആൾക്കാർ വിചാരിക്കും ആരും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാൻ പാട്ട് പാടിയാൽ സേവ് ചെയ്യാണ്, ഫോണിൽ സേവ് ചെയ്യാണ്. അത് വീട്ടിൽ വന്ന് ഞാൻ പിന്നെ പകർത്തി എഴുതുന്നു. അങ്ങനെയാണ് പാട്ടൊക്കെ എഴുതുന്നതും കമ്പോസ് ചെയ്യുന്നതും. യാത്രയിലാണ് എനിക്ക് കൂടുതൽ പാട്ടുകൾ കിട്ടാറ്. പാട്ടിലായാലും എഴുത്തിലൂടെ ആയാലും ദൈവത്തിനോട് പറയാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം, അതായത് ചേട്ടന് സംഭവിച്ച മുറിവുകളായിരിക്കാം, വേദനകളായിരിക്കാം, അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അനുഭവങ്ങൾ എന്ന് പറയാൻ കുഞ്ഞുനാൾ മുതൽ എനിക്ക് ഒത്തിരി വേദനകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ഈ എഴുത്തിൻ്റെ മേഖലയിലേക്കും കലാരംഗത്തേക്കും വന്നപ്പോൾ അത് കൂടി. അതെന്തുകൊണ്ടാണ് അങ്ങനെ കൂടാൻ കാരണം എന്നൊന്നും എനിക്കറിയില്ല. പല മേഖലകളിലും എനിക്ക് ഒരുപാട് തഴയപ്പെട്ടിട്ടുണ്ട്, മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട്, വേദനകൾ ഉണ്ടായിട്ടുണ്ട്. പല സ്റ്റേജുകളിൽ നിന്നും അല്ലെങ്കിൽ വേദികളിൽ നിന്നും കരഞ്ഞു വരേണ്ട അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. കൊയറിന് പാടാൻ വിളിച്ചിട്ട് തന്നെ പാടിപ്പിക്കാതെ വിട്ട ആൾക്കാരുണ്ട്. പാട്ട് വാട്സപ്പിൽ അയച്ചു കൊടുത്തിട്ട് എനിക്ക് എന്തിനു അയച്ചു തന്നു എന്ന് ചോദിച്ച ആൾക്കാർ വരെ എന്നോടുണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് വേദനകളുണ്ട്. അത് കുറേയൊക്കെ പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. ആദ്യകാലത്ത് എഴുതിയ പാട്ടുകൾ പിന്നീട് ചേട്ടൻ ഇപ്പോൾ കുറേ നാളായല്ലോ, അപ്പോൾ പിന്നീട് ചേട്ടൻ അതിങ്ങനെ കേൾക്കുമ്പോൾ ഈ പാട്ട് ഞാൻ തന്നെയാണോ എഴുതിയത്, അങ്ങനെ തോന്നിയ ഏതെങ്കിലും പാട്ടുകൾ ഓർമ്മ വരുന്നുണ്ടോ? ഒരുപാട് വേദികളിൽ നമ്മൾ കുർബാനയ്ക്ക് പോകുമ്പോഴൊക്കെ നമ്മുടെ പാട്ടുകൾ പാടി കേൾക്കുമ്പം സന്തോഷം കൊണ്ട് ഞാൻ അവിടെ ഇരുന്ന് ഞാൻ കരഞ്ഞിട്ടുണ്ട്. കാരണം യോഗ്യതയില്ലാത്ത എന്നെ തമ്പുരാൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ തമ്പുരാൻ്റെ പാട്ടുകൾ എഴുതിയപ്പം അല്ലെങ്കിൽ ട്യൂൺ ചെയ്തപ്പം എന്നെ യോഗ്യനാക്കിയല്ലോ എന്നോർത്ത് ഞാൻ സന്തോഷം കൊണ്ട് ഞാൻ കരഞ്ഞ അവസരങ്ങളുണ്ടായിട്ടുണ്ട്. അത് ഞാൻ ഇന്ന് അഭിമാനത്തോടെ പറയുകയാണ്. ബലവാനും കർത്താവുമായ ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ
അവിടുത്തെ മഹിമയാൽ നിറഞ്ഞിടുന്നു, സ്വർഗവും ഭൂമിയും വാഴ്ത്തിടുന്നു. ബലവാനും കർത്താവുമായ ദൈവം പരിശുദ്ധൻ, പരിശുദ്ധൻ. അവിടുത്തെ മഹിമയാൽ നിറഞ്ഞിടുന്നു, സ്വർഗവും ഭൂമിയും വാഴ്ത്തിടുന്നു. ഓശാന, ഓശാന, അത്യുന്നതങ്ങളിൽ ഓശാന, 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 ദാവീദിൻ സൂനുവിൻ ഓശാന. ചേട്ടൻ്റെ പാട്ടുകൾ കേട്ടിട്ട് വേറൊരാൾ, ചേട്ടാ ഈ പാട്ട് കേട്ടിട്ട് എൻ്റെ മനസ്സിന് ഭയങ്കര ആശ്വാസം തോന്നി, അങ്ങനെ ആരെങ്കിലും ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഒത്തിരി പേര് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സ്നേഹിക്കുന്ന, നമ്മുടെ സംഗീതത്തെ സ്നേഹിക്കുന്ന, പാട്ടിനെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ജോർജേട്ടൻ്റെ പാട്ടുകൾ അതിൽ നാവിലലിയാനായി നാഥനാണായിരുന്നു എന്ന് പറഞ്ഞൊരു പാട്ട്, അതിൻ്റെ രചനയും സംഗീതമാണ്. അത് മിഥില മൈക്കിളാണ് പാടിയിരിക്കുന്നത്. ആ പാട്ടിനെക്കുറിച്ച് എന്നോട് ഒത്തിരി പേര്, എഴുതിയ പാട്ടുകളെക്കുറിച്ച് ഒരുപാട് പേര് എന്നോട് പറയാറുണ്ട്. പക്ഷേ ഈ പാട്ടിനെക്കുറിച്ച് ഒത്തിരി പേര് വിളിച്ച് പറഞ്ഞായിട്ട് ഞാൻ ഓർക്കുന്നു സന്തോഷത്തോടെ. നാവിലലിയാനാ നാഥനണയുന്നു, നിത്യമാം ഭോജ്യം ജീവനേകുന്നു. നാവിലലിയാനാ നാഥനണയുന്നു, നിത്യമാം ഭോജ്യം ജീവനേകുന്നു. ആദരവോടെ ഭയഭക്തിയോടെ സ്വീകരിച്ചിടാം ദിവ്യകാരുണ്യം. നാവിലലിയാനാ നാഥനണയുന്നു, നിത്യമാം ഭോജ്യം ജീവനേകുന്നു. ഇപ്പോൾ ഭക്തിഗാന മേഖലയിൽ ചേട്ടൻ ഇപ്പോൾ എഴുത്തിലാണെങ്കിലും ശരി പാട്ടിലാണെങ്കിലും ശരി നല്ലൊരു ഒരു ഉയരങ്ങളിലെത്തി എന്ന് തന്നെ പറയാം. പക്ഷെ എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് സിനിമയിൽ പാടുക അല്ലെങ്കിൽ സിനിമയിൽ എഴുതുക എന്നുള്ളതൊക്കെ. തീർച്ചയായും. അപ്പോൾ അങ്ങനെ ഒരു മോഹം ചേട്ടൻ ഉണ്ടായിട്ടുണ്ടോ? അതെന്തുകൊണ്ടാണ് ആ ഒരു മേഖലയിലേക്ക് തിരിയാതിരുന്നത്? ഭക്തിഗാനങ്ങൾ മനസ്സിൽ എൻ്റെ ഉള്ളിലുണ്ടെങ്കിലും കുഞ്ഞുനാളിൽ സിനിമാ പാട്ടുകളൊക്കെ സ്കൂളുകളിൽ പഠിക്കുമ്പം പാടുമായിരുന്നു. കുഞ്ഞുനാൾ മുതൽ എൻ്റെ യുവത്വം ആവണ വരെ സിനിമ പാട്ടിനോട് ഭയങ്കര ഭ്രമമായിരുന്നു. പല വേദികളിലും സ്കൂളുകൾ തലത്തിലും ഒത്തിരി മത്സരിക്കാനൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ പ്രൈസൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ സിനിമയിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനുള്ള സാധ്യതയില്ലായിരുന്നു. ഞാൻ പാട്ടുകൾ കുറച്ച് എഴുതി വെച്ചിരുന്നു. ആ പാട്ട് ഞങ്ങളതൊരു പ്രണയഗാനമാക്കി മാറ്റി. ഒരു 4 പാട്ട് ഞാൻ സിനിമയ്ക്ക് വേണ്ടി എഴുതി വെച്ചിരുന്നു. ആ സിനിമ ചെയ്യണ കാര്യം പറഞ്ഞു വന്ന ആൾക്കാർ, അവരെൻ്റെ അടുത്ത് വന്നതാണ് എന്ന് പറഞ്ഞ ആൾക്കാർ, അത് ഇത്തിരി തരികടിയായിരുന്നു. അതുകൊണ്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ആ ഒരു പാട്ട് പ്രണയഗാനമായിട്ട് മാറ്റി. അങ്ങനെയാണ് പാട്ട് ഇന്നും ഇഷ്ടമാണെങ്കിൽ പോലും കൂടുതലും ഭക്തിഗാനത്തിനോടാണ് താല്പര്യം. ഈ സംഗീതത്തിൻ്റെ ഈ നാൾവഴികളിൽ ചേട്ടൻ എത്രത്തോളം പാട്ടുകൾ എഴുതിയിട്ടുണ്ട്? എത്ര എണ്ണത്തിന് സംഗീതം കൊടുത്തിട്ടുണ്ട്? അതുപോലെ ഇനി പുതിയ പ്രൊജക്റ്റുകൾ എന്തെങ്കിലും, ഇപ്പോൾ ക്രിസ്മസ് ന്യൂ ഇയറിൻ്റെ ഒക്കെ ടൈമാണല്ലോ, അപ്പം ഇനി പുതിയ പ്രൊജക്റ്റുകൾ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? രചനാ രംഗത്ത് ഇപ്പം ഞാൻ കുറേ പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. ഒരു 10-200ഓളം പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. അത് ലെജൻഡായിട്ടുള്ള മ്യൂസിക് ഡയറക്ടേഴ്സാണ് ചെയ്തിരിക്കുന്ന പാട്ടുകൾ. ജേക്കബ് കർട്ടി, KG പീറ്റർ, ഡോക്ടർ ഡൊണാൾഡ് ചെയ്ത പാട്ട് ഇറങ്ങിയിട്ടില്ല. ഹെൻറി കുരുവിള, ലത ഹെൻറി, ആൻഡോ പള്ളിയാൻ, അങ്ങനെ ഒത്തിരി നല്ല മ്യൂസിക് ഡയറക്ടേഴ്സ്. അവർ കൂടാതെ ഞാൻ കുറച്ച് പാട്ടുകൾ, എൻ്റെ സംഗീതത്തിൽ കുറച്ച് പാട്ടുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് സോജൻ എന്ന വ്യക്തി എഴുതിയ ലിറിക്കിൽ എൻ്റെ മ്യൂസിക്കിൽ ഒരു പാട്ട് ഇറങ്ങാനുണ്ട്. അത് ജനുവരി 1-ാം തീയതി ഇറങ്ങും. അതുകൂടാതെ KG പീറ്റർ, അങ്ങനെ കുറച്ച് പേരുടെ പാട്ടുകൾ ഇറങ്ങാനുണ്ട്. അപ്പോൾ അത് വർക്ക് നടന്നുകൊണ്ടിരിക്കണം. രചനാരംഗത്ത് ഞാനും ചെറിയ ചെറിയ പാട്ടുകൾ അങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പം ഞങ്ങളെ മാതിരിയുള്ള തുടക്കക്കാർക്ക് ചേട്ടൻ എന്തെങ്കിലും ഒരു ടിപ്സ് നൽകാനുണ്ടോ? നമ്മൾ വായിച്ചിട്ടുണ്ട് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞത്, വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിൽ വളയും. അപ്പോൾ വായിക്കുമ്പം നമ്മൾ എന്തിനെ കുറിച്ചാണ് എഴുതാൻ ആഗ്രഹിക്കുന്നത് അത് നമ്മുടെ ബ്രെയിനിലേക്ക് തരും. ചെറുപ്പത്തിലെ
എനിക്ക് ഒത്തിരി അച്ഛന്മാർ നല്ല നല്ല പുസ്തകങ്ങൾ തന്നിട്ടുണ്ട്, വായിക്കുമായിരുന്നു ഞാൻ. പിന്നെ പ്രാർത്ഥന, അത് നമുക്ക് നിക്ഷിപ്തമാണ്. പ്രാർത്ഥന അത് ഭയങ്കര പവറാണ്. എൻ്റെ പ്രാർത്ഥനയിലൂടെയാണ് ഞാൻ ഈ നിമിഷം വരെ എത്തിയതും ഇനി മുന്നോട്ട് ഇങ്ങനെ പോകുന്നതും. കാരണം പ്രാർത്ഥനയില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. പ്രാർത്ഥനയും പ്രവൃത്തിയും വായനയും, അതാണ് പവർ. ചേട്ടനിപ്പോൾ ഇത്രത്തോളം പാട്ടുകൾ എഴുതി സംഗീതം ചെയ്തു, അത് മാത്രം പോരല്ലോ, നമുക്കത് പുറത്തിറക്കുക എന്നുള്ളതും കൂടെ അതിനൊരു കാര്യമാണ്. അപ്പൊ ഈ ആദ്യ കാലങ്ങളിൽ എന്ന് പറഞ്ഞാൽ ചേട്ടൻ ഒത്തിരി ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും അതിന് വേണ്ടിയിട്ട്. അന്ന് ചേട്ടൻ ഇതൊക്കെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഒക്കെ ചേട്ടനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ആരെങ്കിലും ചേട്ടൻ ഓർക്കുന്നുണ്ടായി ഈ സമയത്ത്? പാട്ട് എഴുതി വെച്ചിട്ട് ഞാൻ ഒരുപാട് വേദനിച്ചിട്ടുണ്ട്. ഇതൊരു പാട്ടെങ്കിലും എൻ്റെ പുറത്തിറങ്ങി പോസ്റ്ററിൽ എൻ്റെ ഒരു മുഖം കാണാൻ വേണ്ടി ഒത്തിരി സങ്കടപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഈ പാട്ടുമായി ഒരുപാട് പേരുടെ അടുത്ത് ഞാൻ പോയിട്ടുണ്ട്. ആദ്യത്തെ ഒരു വർക്ക് ഇറങ്ങുന്നത് ഹെൻറി കുരുവിള, പുള്ളി ചെന്നൈയിലാണ്, എ ആർ റഹ്മാൻ്റെ സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യുന്നു. 2007-2008 കാലഘട്ടങ്ങളിലാണ് ഓ സ്നേഹമേ എന്ന് പറഞ്ഞ ആൽബം പുറത്തിറങ്ങുന്നത്. അത് ഫുൾ എൻ്റെ പാട്ട് വയ്ക്കാനാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നെ ആരും അറിയില്ല, അതുകൊണ്ട് എനിക്ക് സുഹൃത്തുക്കളുണ്ട്, അവരുടെ പാട്ടുകളുടെ ചേർത്ത് എനിക്ക് ഫുൾ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു എന്തും ചെയ്യാൻ. അവരുടെ പാട്ടുകളുടെ കൂട്ടത്തിൽ എൻ്റെ പാട്ട് വെച്ചാൽ മതി എന്ന് പറഞ്ഞ് 10 പാട്ട് എൻ്റെ ഉദ്ദേശിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ 10 പാട്ട് വയ്ക്കേണ്ട, 3 പാട്ട് വെച്ചാൽ മതി. അങ്ങനെ 3 പാട്ട് മനോഹരമായിട്ട് അവർ പ്രൊഡ്യൂസ് ചെയ്തു, കമ്പോസ് ചെയ്തു, ഓർക്കസ്ട്രേഷൻ ചെയ്തു. അവരുടെ റിസ്കിൽ ആ പാട്ട് ഇറങ്ങി. അതിനുശേഷം നവ്യ ബേക്കേഴ്സ് കറുകുറ്റി, 3-ാം പറമ്പ്, എൻ്റെ നാട്ടുകാരനാണ്, എൻ്റെ സുഹൃത്താണ്, എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്ത ഒരു വ്യക്തിത്വമാണ് ബിജു ജോസഫ് ചക്കിയത്ത്. അദ്ദേഹം എൻ്റെ ഒരു ആൽബം ഇദ്ദേഹത്തോട് ഇതുപോലെ തന്നെ പറഞ്ഞ് സ്നേഹവിരുന്ന് എന്ന് പറഞ്ഞിട്ടൊരു ആൽബം 2011-12 കാലഘട്ടങ്ങളിൽ അതിറക്കി. അതിൽ ഒത്തിരി നല്ല സിംഗേഴ്സാണ് പാടിയിരിക്കുന്നത്. ജേക്കബ് കൊരട്ടിയാണ് എൻ്റെ മ്യൂസിക് ഡയറക്ടർ. സുജാത മുതൽ കെസ്റ്റർ, വിൽസൺ ബർവം, മാർക്കോസ് ചേട്ടൻ, അങ്ങനെ ഒത്തിരി പേര് പാടിയിട്ടുണ്ട്. അതിൽ എനിക്ക് പാടാനും അതിലൊരു അവസരം കിട്ടി. അതുകൂടാതെ കുറച്ച് പാട്ടുകൾ ഞാൻ പാടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എനിക്ക് പുണ്യം ചെയ്തതെന്ന് തന്നെ പറയാം. ഒത്തിരി നല്ല സുഹൃത്തുക്കൾ എനിക്ക് പ്രൊഡ്യൂസേഴ്സായിട്ട് വരുന്നു, ഒത്തിരി ഉപകാരികളുണ്ട്. അത് ദൈവം എനിക്ക് തന്ന സമ്മാനമായിട്ടാണ് ഞാൻ കരുതുന്നത്. അത് അതിന് എല്ലാവരോടും ഞാൻ നന്ദി പറയണം. ഇത്രയും വർഷമായിട്ട് ചേട്ടൻ ഈ ഭക്തിഗാന സംഗീത ലോകത്തുണ്ടല്ലോ, അപ്പോൾ ചേട്ടന് എന്തെങ്കിലും അവാർഡുകൾ അല്ലെങ്കിൽ അംഗീകാരങ്ങൾ അങ്ങനെ എന്തെങ്കിലും ലഭിക്കുകയുണ്ടായിട്ടുണ്ടോ? എനിക്കിതുവരെ അങ്ങനെയുള്ള അംഗീകാരങ്ങളൊന്നും കിട്ടിയിട്ടില്ല. എൻ്റെ പാട്ടുകൾ ദേവാലയത്തിൽ പാടി കേൾക്കാൻ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട്. ഇന്ന് ഞാനത് കേൾക്കുന്നുണ്ട്. അതാണ് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം, അവാർഡ്. പിന്നെ അതുകൂടാതെ നമ്മുടെ പാട്ട് കേട്ടിട്ട് ഒരുപാട് പേര് വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ അത് മതി. ഇപ്പോൾ സംഗീതത്തിൻ്റേതായിട്ടുള്ള വിശേഷങ്ങളെല്ലാം ഇപ്പം ഞങ്ങൾ അറിഞ്ഞു. ഇനി ചേട്ടൻ്റെ കുടുംബത്തിനെ പറ്റിയിട്ട്, ആരൊക്കെ ഉണ്ട് കുടുംബത്തിൽ, പിന്നെ ആരൊക്കെ സംഗീത ലോകത്തുണ്ട്, പിന്നെ ഈ സംഗീതം അല്ലാതെ വേറെ എന്തിലെങ്കിലും വ്യാപൃതനായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമോ? എൻ്റെ കുടുംബം, എൻ്റെ വൈഫ് ജാൻസി, 2 പെൺകുട്ടികളാണ് എനിക്ക്. മൂത്തവളുടെ വിവാഹം കഴിഞ്ഞു, അവൾക്ക് 2 കുഞ്ഞുമക്കൾ. ഹസ്ബൻഡിൻ്റെ പേര് ഷിൻഡോ, അവൻ വർക്ക് ചെയ്യുന്നു, പുറത്തായിരുന്നു, ഇപ്പോൾ നാട്ടിലുണ്ട്. ഇളയ മകൾ, മൂത്തവൾ പാടും, ഇളയോളും പാടും. ഇളയോൾ നഴ്സിംഗ് കഴിഞ്ഞു, അവൾ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് ഇപ്പോൾ B2 എക്സാം കഴിഞ്ഞ് റിസൾട്ട് കാത്തിരിക്കുകയാണ്. അവരെല്ലാവരും പാടും. പൂർവ്വീകർ ഞങ്ങളുടെ മാതാപിതാക്കളൊക്കെ പാടും. അതിൽ നിന്ന് കിട്ടിയൊരു ഇൻസ്പിറേഷനാണ് മക്കൾക്ക് കിട്ടിയത്. അതുപോലെ എൻ്റെ മക്കൾക്ക് അവർക്ക് കിട്ടി. അങ്ങനെ അവർ പാടാൻ ഒക്കെ പോകുന്നു. അതാണ് ഞങ്ങളുടെ കുടുംബം. കുഴപ്പമില്ല, സന്തോഷത്തോടെ ജീവിച്ചു പോകുന്നു. വേറെ മേഖലയിലേക്കൊന്നും ഞാൻ പോയിട്ടില്ലെന്ന് പറയാൻ കാരണം പോകാമായിരുന്നു. പിന്നെ ഇടയ്ക്കൊക്കെ ചെറിയ ചെറിയ വർക്കുകളും വേറെ പരിപാടികളൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചു, വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചു. ഇനി ഗാനരംഗത്ത് രചനയായാലും സംവിധാനമായാലും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്നും ഒരുപാട് അംഗീകാരങ്ങൾ തേടിയെത്തട്ടെ എന്നും ഞങ്ങൾ ആശംസിക്കുന്നു. ചേട്ടനും ചേട്ടൻ്റെ കുടുംബത്തിനും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. താങ്ക് യു. എന്നെ ഈ ഇൻ്റർവ്യൂവിന് ക്ഷണിച്ച എല്ലാവർക്കും, അതുപോലെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, എൻ്റെ പാട്ടിനെ സ്നേഹിക്കുന്ന, സംഗീതത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കും, അതുപോലെ എനിക്ക് വേണ്ടി ഇതുവരെ പാട്ടുകൾ പ്രൊഡ്യൂസ് ചെയ്ത എല്ലാ വ്യക്തികൾക്കും ഒത്തിരി സ്നേഹത്തോടെ ഞാൻ നന്ദി പറയുന്നു. നാഥനണയുന്നു നിത്യമാം ഭോജ്യം ജീവനേകുന്നു